ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഡ് റീപ്പർ ഗെയിമിംഗ്. സോ ഇന്ന് നമ്മളിപ്പം മൈൻക്രാഫ്റ്റ് കളിക്കുകയാണ്. കാരണം പബ്ജി ബാൻ ചെയ്തിരിക്കുന്നു. ഇപ്പം ഇനി മൈൻക്രാഫ്റ്റിലേ ഉള്ളൊരു സാധനം അത് തിരിച്ച് വരുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വരികയാണെങ്കിൽ ഞാൻ അത് കളിക്കുന്നതായിരിക്കും. അതുവരെ നമുക്ക് മൈൻക്രാഫ്റ്റിൽ കുറച്ച് നമ്മുടെ ആധിപത്യം സ്ഥാപിക്കാം. സീഡ് കിട്ടി. നമുക്കിപ്പോൾ ഒരു വീടുണ്ടാക്കാൻ ഫസ്റ്റ് പോയിട്ട് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, ഫസ്റ്റ് വേണ്ടത് നമുക്ക് തിന്നാൻ വേണമെങ്കിൽ നമുക്ക് ഈ പന്നീനെ കൊല്ലണം. പന്നീനെ അടിച്ചടിച്ച് കൊല്ലുക, അത്രേ ഉള്ളൂ. ഹേ പന്നി, ഇങ്ങോട്ട് വാ. പന്നി വേറെ അറിയോ? പന്നി ഹേ പന്നി. ഷിറ്റ്, എവിടെ പന്നി? യു പന്നി, ഇങ്ങോട്ട് ഓടുന്നു. ഹേ പന്നി, പിഗ്. സോറി. നിൽക്ക് അവിടെ നിന്ന് ഒരേ ഒരു വേനിക്കേരടാ. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് വുഡ് വെട്ടാം. വുഡ് ചെടി വെച്ചിട്ട് ഈ മാട് ഞാൻ അടുത്തൊന്നും കൊല്ലാം. അടുത്തത് ഈ മാടായിരിക്കും. മാടിനെ തീർക്കണം. നമ്മളിപ്പോൾ വുഡ് അങ്ങോട്ട് വെട്ടാണ്. ഇതാ വുഡ് കഴിഞ്ഞു. നമുക്ക് സാപ്ലിങ് തന്നിട്ടുണ്ട്. ആപ്പിൾ കിട്ടുമോ നോക്കാം. നമുക്ക് മരമല്ലേ, ആപ്പിൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. എന്തെങ്കിലും ഈ മരമാണെങ്കിൽ ഒരു സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതേ ആവശ്യമുള്ളൂ. ഷിറ്റ്, രാത്രി അവറായി. ഷിറ്റ് പെട്ടു. അപ്പം നമുക്ക് രക്ഷ. ഇനി ഒരു വഴിയില്ല. ഇതിൻ്റെ അടിയിൽ പോയി അങ്ങോട്ട് കിടക്കുക. നല്ല സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിൽ അങ്ങോട്ട് കയറുക. കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാക്കണം. കുറച്ചും കൂടെ സ്പേസ്. ഗ്രാവൽ കോബിൾ സ്റ്റോൺ. ബാക്കി നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നമുക്ക് ഇനി ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ഫസ്റ്റ് സോംബി ഒന്നും ഉണ്ടാവില്ലേ, രക്ഷിക്കണേ. മൊത്തമായി പൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീണാൽ മാത്രമേ നമുക്ക് ഇനി പേടിയുള്ളൂ. നമുക്ക് നോക്കാം. എന്തായാലും വീഴില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സൗണ്ടൊക്കെ വരുന്നു. നമുക്ക് ഫസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യേണ്ട കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്യണം. വുഡ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. വുഡ് പ്ലാന്റ്സ് അത് കുറച്ച് നേരം ക്രാഫ്റ്റ് ചെയ്യണം. അത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡിയായി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. എന്നിട്ട് ഇതപ്പം അങ്ങോട്ട് വയ്ക്കുക. ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആർമറിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഒരു ഇത് വേണം. ഇപ്പം സോഡ് ഞാൻ എടുക്കുന്നില്ല. നമുക്കിപ്പോൾ പിക്കാക്സാണ് ആവശ്യം. അപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കാൻ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് ഉണ്ട്. സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കുക, ഒരു ആക്സും ഉണ്ടാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഈ പിക്കാക്സ് കൊണ്ട് നമുക്ക് വേറൊരു പണിയുണ്ട്. പിക്കാക്സ് കൊണ്ട് നമുക്ക് ഈ കോബിൾ സ്റ്റോൺ അങ്ങോട്ട് പൊട്ടിക്കുക. മലയാളത്തിൽ ആരെങ്കിലും മൈൻക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഞാനായിരിക്കും ആദ്യത്തെ ആൾ എന്ന് തോന്നുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ പറയാൻ മറന്നു, ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് എത്ര കമൻറ്റ് വരുന്നോ, ഒരു 50 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഞാൻ ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. 50 സബ്സ്ക്രൈബർ അത് ഈ ഒരു ആഴ്ചയിലുള്ളിൽ. സോ ഗൈസ്, എന്താണെന്നറിയോ, നമ്മുടെ ഒരു ഫുൾ മൂണിൻ്റെ ഫൈറ്ററാണ് ഗിവ് അവേക്ക് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഫുൾ മൂൺ വളർത്താൻ താല്പര്യമുണ്ടോ എല്ലാവരും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക,
ഓ ഷിറ്റ്, ലാവ 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 ലാവ. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ സൈഡെല്ലാം ലാഗായിരുന്നല്ലോ. നമ്മുടെ ഗിവ് എവേയുടെ കാര്യം. അപ്പോൾ നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. #റിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരാളിനെ ചൂസ് ചെയ്ത് അവന് ഞാനൊരു ഫുൾ മൂൺ ഫൈറ്റർ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. ആരാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊറിയർ വേണമെങ്കിൽ അയച്ചു തരും. സോ ഗൈസ്, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം പ്ലീസ്. ഹെൽപ്പ് ഗൈസ്. അപ്പോൾ തുടങ്ങാണ് നമ്മൾ. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസാണ്. നമ്മൾ തുടക്കമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് കളിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതും ഞങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്കൊരു ബെഡ് വേണം, ബെഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ബെഡൊന്നും കിട്ടുന്നില്ലല്ലോ. ബെഡില്ല, നമ്മുടെ അടുത്ത് ബെഡില്ല. ബെഡിന് വേണ്ടിയിട്ട് പുറത്ത് പോകണം. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ സോംബീസാണ് മൊത്തം. ജസ്റ്റായിട്ടൊന്ന് പീക്ക് ചെയ്തിട്ട് വരാം ഞാൻ പോയിട്ട്. ജസ്റ്റ് ചെറിയൊരു പീക്ക്. ഓ ഐ കാൺ സീ എനിത്തിങ്. ജസ്റ്റ് ഒരു പീക്ക്. ഓ ഷിറ്റ്, സോംബി എന്നിട്ട് പോരോ. പെട്ടു. നമ്മൾ ചാവും. ഓ ഗൈസ്, നമ്മളപ്പോൾ ആദ്യത്തെ അങ്ങോട്ട് സോംബിനെ നമ്മളങ്ങോട്ട് കൊന്നിരിക്കുകയാണ്. ഓ ഞാൻ പേടിച്ചില്ലേ, ഞാൻ ചാവുമോ ഉണ്ട്. ജസ്റ്റ് മിസ് ഗൈസ്. ഇല്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. വന്നിട്ടുണ്ടാവണം. ഇനി ഞാൻ പീക്ക് ചെയ്യാൻ പോരടോ. ഞാൻ പീക്ക് ചെയ്യാനേ പോകുന്നില്ല. നമുക്കിവിടെ ഇരിക്കാം. രാവിലെ നേരെ ഒന്ന് വെളുക്കട്ടെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെയായി. രാത്രി എന്തൊക്കെയോ സൗണ്ട് കാരണം എനിക്ക് ഉറങ്ങാനും പറ്റിയില്ല. നമ്മുടെ അടുത്ത് ബെഡും ഇല്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്കിന്ന് പുറത്ത് പോയിട്ട് ആദ്യം ചെയ്യേണ്ട ഷീപ്പിനെ കൊല്ലുക. ഷീപ്പിനെ കൊന്നിട്ട് വേണം എനിക്കൊന്ന് കളിക്കാൻ. ഷീപ്പ്. അതോ ഒരു ഷീപ്പ് നമുക്ക് കണ്ണ്. നമ്മുടെ അടുത്ത് തന്നെ ഒരു ഷീപ്പ്. നമുക്കതിനെ കൊന്നിട്ട് വരാം. ഷീപ്പ് ഓടുന്നു. അയ്യോ പിടി. എനിക്ക് മുന്നേ ആവശ്യമുണ്ട്. ഒന്നുമില്ല, വേനിക്കുകയില്ല. ജസ്റ്റ് ചെറിയൊരു വേന, അത്രേ ഉള്ളൂ. ഒരു ബോള് കിട്ടി നമുക്ക്. ആരോസ് ഉണ്ട്, ബോൺസ് ഉണ്ട്. കുഴപ്പമില്ല, എടുത്ത് വെക്കുക തന്നെ. ഇനി നമുക്ക് ആവശ്യം രണ്ട് ഷീപ്പിനും കൂടെ ഒരു ആവശ്യമുണ്ട്. ഷേപ്പ്. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് കറങ്ങിയിട്ട് വരാം. അതൊരു ഷീപ്പ്. ഒരു ഷീപ്പില്ല, 2 ഷീപ്പ്. ഞങ്ങളുടെ ഭാഗ്യം. എൻ്റെ ഭാഗ്യം തന്നെയാണ്. എൻ്റെ ഭാഗ്യം. രക്ഷപ്പെട്ടു. 1 2 1 ലാസ്റ്റ് അടി. വേനിക്കില്ലടാ. ലാസ്റ്റ് ഷീപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബെഡ് അങ്ങോട്ട് ക്രാഫ്റ്റ്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ബെഡ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് പറ്റില്ല, കാരണം എല്ലാം ഒരേ കളർ വൂളാവണം. എന്നാലേ നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓ ഷിറ്റ്, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ നമ്മൾ അടിയിൽ പോയതിൻ്റെ ആ സംഭവം കാണാനില്ല.
ഇതാണോ? അല്ല, അയ്യോ ഇതാവണം. ഇവിടെ എവിടെയോ ഉണ്ട്. അത് കാരണം നമ്മളിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ പോകാനാണ് എനിക്ക് കണ്ടേ പറ്റൂ. എവിടാ? അതല്ലേ, ഇതല്ല, ഇതിൻ്റെ അടുത്ത് എവിടെയോ ആണ്. ഇതല്ലേ? അല്ലേ, ഇത് കാണാനില്ലല്ലോ. അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ. ശരി, വിട്. ഇത്ര വലിയ ട്രീസ് നിൽക്കുമ്പോഴാണ് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് തന്നെ തൂക്കാം. തൂക്ക്. ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ വുഡ്. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഇതിനൊക്കെ പ്ലാങ്ക്സിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. ചെയ്യാം. അപ്പോൾ തന്നെ 32 പ്ലാങ്ക്സായി. ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ശരി, വിട്, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇത് അവിടെ അങ്ങോട്ട് വെക്കുക. വെച്ചില്ലേ? ഞാൻ പേടിച്ചു. അങ്ങോട്ട് വെക്കുക. നമുക്കൊരു ബെഡ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. സമാധാനമായി. ഇപ്പോൾ ബെഡ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് പൊട്ടിച്ച് കളയുക. കാരണം ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് കുറേ വുഡിൻ്റെയാണ് ആവശ്യം. നമുക്ക് ഏത് വേണമെങ്കിൽ വുഡ് എടുക്കാം കേട്ടോ. എങ്ങനത്തെ വേണമെങ്കിൽ വുഡ് എടുക്കാം. അപ്പോൾ എല്ലാ വുഡും എടുത്തിട്ട് ഇനി വുഡ് നിറയെ വേണമല്ലോ. Wood. I need wood. Already. Wood എല്ലാം കിട്ടി. വുഡ് കിട്ടി കഴിഞ്ഞാൽ പ്ലാങ്ക്സിൽ കൺവേർട്ട് ചെയ്യാം. ഡോങ്കിന് ടൈം ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി കുറച്ചും കൂടെ വേണം വുഡ്. ഞാൻ മറന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. വുഡ് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. 48 വുഡും ഒരു 29 ഉണ്ട്. ഇത് പോരെ? നമുക്ക് എവിടെ വീടുണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ ഒരു വീട് കെട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് വീട് കെട്ടാൻ തുടങ്ങാം. ഇത്ര വലിയ വീട് മതി. ആകെ ഞാൻ ഒറ്റ ആൾക്കാർ എന്താണ് ഇത്ര വലിയ വീട്. അപ്പോൾ ഒരു വീട് അങ്ങോട്ട് കെട്ടുക. ഇപ്പം തന്നെ സോ ഗൈസ്, നമ്മുടെ വീട് റെഡി ആയിരിക്കുകയാണ്. ഞാൻ എന്തായിരുന്നു എന്നറിയോ, ഞാൻ ഇത് ചെയ്യാതിരുന്ന് നിങ്ങളെ മൊത്തം കാണിക്കാതിരുന്ന്. കാരണം അത് വീഡിയോ കുറച്ചല്ല നന്നായിട്ട് ലോങ് ആവും. അപ്പോൾ ആവറേജ് കമ്മിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീടുണ്ടാക്കുന്ന മാത്രം കാണിച്ച്. അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് പാർട്ട് 1 സീരീസിൻ്റെ പാർട്ട് 1. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഞാൻ ഗിവ് അവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ.